ഖുർആന് ഒരു തമാശയാണോ എന്ന് ചോദിക്കുന്നവർ ഒരു പ്രാവശ്യെങ്കിലും നിങ്ങൾ ആ ഖുർആൻ എടുത്ത് വായിച്ച് നോക്കിയിട്ടുണ്ടോ? ഈ മിസ്റ്റർ ബിന്നെ പോലെ അല്ലെങ്കിൽ മായാവി ലുട്ടാപ്പിയെ പോലെ കഥ പറയുന്ന ഒരു എന്റർടൈൻമെന്റ് ബുക്കാണ് ഖുർആൻ എന്ന്. ഓക്കെ, തമാശയാണ് ഖുർആൻ, തമാശയാണോ പൈതൃകമാണോ എന്നുള്ളത് ഈ വീഡിയോ മുഴുവനായിട്ടും കണ്ടതിന് ശേഷം പറയട്ടാം. മുകളിൽ കൊടുത്തിരിക്കുന്ന വശംസു തജ്രി, സൂര്യൻ ചലിക്കുന്നുണ്ട് എന്ന് 1400 വർഷങ്ങൾക്ക് മുമ്പ് പരിശുദ്ധമാക്കപ്പെട്ട ഖുർആൻ നമ്മോട് പറയുകയാണ്. 400 വർഷങ്ങൾക്ക് മുമ്പാണ് ടെലസ്കോപ്പ് ഡെവലപ്പ് ചെയ്യുന്നുള്ളത്, അല്ലെങ്കിൽ മൈക്രോസ്കോപ്പ് ഡെവലപ്പ് ചെയ്യുന്നുള്ളത്. ഗലീലിയോ ഗലീലി എന്ന സയന്റിസ്റ്റാണ് അതിന് പിറകിൽ. ഓക്കെ, 250 വർഷങ്ങൾക്ക് ഇപ്പുറമാണ് അഡ്വാൻസ്ഡ് ആസ്ട്രോണോമി പോലും വളരുന്നുള്ളത്. ഈ ഒരു സമയത്താണ് എന്ത് കണ്ടുപിടിക്കുന്നുള്ളത്? സൂര്യൻ ചലിക്കുന്നുണ്ടായിരുന്നു. അത്രയും കാലം മനുഷ്യന്മാർ വിശ്വസിച്ചിരുന്നത് സൂര്യന് ഭൂമിയെ ചുറ്റുന്നു എന്നായിരുന്നു. ആ ഒരു സംഭവങ്ങളൊക്കെ എന്തായി സ്റ്റക്കായി പോയി. മനസ്സിലായോ? ഖുറാനിൽ 1400 വർഷങ്ങൾക്ക് മുമ്പേ പരാമർശിച്ചിട്ടുണ്ട് എന്ന് ശാസ്ത്രലോകം പോലും അംഗീകരിക്കേണ്ട അവസ്ഥയിലേക്ക് എത്തിപ്പോയി. നിന്റെ ആ തമാശയിലേക്ക് ഇതൊന്നും ഇടയിട്ടാം തീർന്നിട്ടില്ല. ഇതേ സൂറത്ത് യാസീനിൽ കുല്ലും ഫി ഫലക് എന്നൊരു സംഭവമുണ്ട്. എന്താണ് കുല്ലും ഫി ഫലക്കിന്റെ പ്രത്യേകത? എപ്പോഴെങ്കിലും ഖുറാൻ ഓതുന്ന സമയത്ത് ശ്രദ്ധിച്ചിട്ടുണ്ടോ? കുല്ലും ഫി ഫലക്കിലെ ഓരോ അക്ഷരങ്ങൾ കൊണ്ട് മറിച്ചിട്ട് നോക്കിയേ. മനസ്സിലായോ? ഞാനിവിടെ പിക്ചർ കൊടുക്കാം മനസ്സിലാവാൻ വേണ്ടിയിട്ട്. അക്ഷരങ്ങൾ ഓരോരോന്ന് എടുത്തിട്ട് മറിച്ചിട്ടാലും തിരിച്ചിട്ടാലും ഒരുപോലെ തന്നെയാണ്. എന്താണ് അതിലുള്ള ബാലൻസ്? ജസ്റ്റ് ബീച്ച് ഇൻ യുവർ മൈൻഡ്. അതായത് ഭൂമി എന്നുള്ള ആ ഒരു ഗ്രഹത്തെ നമുക്ക് ഫോർ എക്സാമ്പിൾ ആയിട്ട് എടുക്കാം. ആ ഒരു പോയിന്റിൽ നിന്നും തുടങ്ങുന്നു, കറങ്ങി 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 അതേ പോയിന്റിലേക്ക് തിരിച്ചെത്തുന്നു, വീണ്ടും റൂട്ടൈൻ അത് ആവർത്തിക്കുന്നു. അതാണ് ഈ കുല്ലും ഫി ഫലക്കിൽ അവിടെ നിന്ന് തിരിച്ചിട്ടാലും മറിച്ചിട്ടാലും ആ ഒരു സംഭവമാണ് നമുക്ക് സൂചിപ്പിക്കുന്നുള്ളത്. നിങ്ങൾ ഇതൊന്ന് മറിച്ച് നോക്കിയാൽ സൂറത്തുൽ ഖമർ അധ്യായം 54 ആയത്തുകൾ 55 എല്ലാ ആയത്തുകളും അവസാനിക്കുന്നത് റാവ് എന്നുള്ള അക്ഷരത്തിലാണ്. ഖമറിന്റെ ആശയം എന്നുള്ളത് മൂൺ അല്ലെങ്കിൽ ചന്ദ്രൻ എന്നുള്ളതാണ്. ഓക്കെ, എല്ലാം സൗരയൂഥവുമായി ബന്ധപ്പെട്ട കാര്യമാണ്. ഈ റാവിനെ തന്നെ നമ്മളിങ്ങനെ മറിച്ചിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏത് ഷേപ്പിലേക്ക് മാറുന്നുണ്ട്? നിലാവിന്റെ ഷേപ്പിലേക്ക് മാറുന്നുണ്ട്. ഇതിലൊക്കെ യാദൃശികമായിട്ട് തോന്നാതിരിക്കുക, ഒരു കോമൺ സെൻസ് ഉള്ള ആൾക്കാർക്ക് പോലും ഇതിലൊക്കെ എന്താ പറയുക മിറാക്കിൾസ് ആണോ അല്ലേ എന്നുള്ളത് ചിന്തിച്ചെടുക്കാൻ പറ്റുന്നേ ഉള്ളൂ.